താണ്ടിരിക്കുന്നടാ കുഞ്ഞുങ്ങൾ. ഇപ്പോൾ ഞാൻ താങ്ക്സും യൂട്യൂബ് സൂപ്പർ ചാറ്റും അവൈലബിൾ ആണ്. ഇതാണ് പ്രോഡക്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ 2 ബോട്ടിൽ വെള്ളവും ഒരു ക്ലബ് സോഡ 750 രൂപയാണ് 5 പേർ. കണ്ടന്മാരാണ് കേട്ടോ. നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സമയം ഏകദേശം 2:15 കേട്ടോ. അപ്പോൾ ഞാനിപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, ഇന്നലെ ഞാൻ കുന്നത്തൂർ പാലമാണ് ഇപ്പോൾ ഈ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ ഇതിൻ്റെ ഒരു ഓർഡർ കൊടുക്കാൻ വേണ്ടി പോയ സമയത്ത് 4 പട്ടിക്കുഞ്ഞുങ്ങളെ റോഡ് സൈഡിൽ കണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയൊക്കെ ഈ പാലത്തിക്കൂടാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ ഞാനത് രാത്രി നമ്മുടെ വീഡിയോ തന്നെ 2 തവണ എടുത്ത് കാണുന്ന സമയത്താണ് ഞാൻ ഓർത്തത്. അവർ ഇതുവരെ ഫുഡ് ആരൊക്കെയോ ഇച്ചിരി ചോറക്കട കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനെ ആരോ അവിടെ കൊണ്ട് കളഞ്ഞിട്ട് പോയത്. അപ്പോൾ തള്ളപ്പറ്റില്ല, അപ്പോൾ ഏതോ വീട്ടിൽ നിന്ന് ആരോ കൊണ്ട് കളഞ്ഞിട്ട് പോയതാ. അപ്പം ആരോ ഇച്ചിരി ചോറ് വെച്ച് കൊടുത്തു. അപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് രാത്രി ഞാൻ ഫുഡ് കഴിക്കാൻ വന്നൊരു തോട്ടാണ്. പക്ഷെ അവർ ഇതുവരെയും വെള്ളം കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഇത്രയും സഹിക്കാൻ പറ്റാത്ത ചൂടത്ത് കുറച്ച് കുഞ്ഞു പട്ടിക്കുഞ്ഞുങ്ങൾ, വളരെ കുഞ്ഞു പ്രായമുള്ള പട്ടിക്കുഞ്ഞുങ്ങൾ. അപ്പോൾ അവർ തുള്ളി വെള്ളത്തിന് വേണ്ടി അവർക്കൊന്നും പോകാൻ പറ്റത്തില്ല. ആണെങ്കിൽ അവിടെ ആണെങ്കിൽ ഒരു തുള്ളി വെള്ളമില്ലാത്ത റോഡ് കേട്ടോ. ഈ കുഞ്ഞു പട്ടികൾക്ക് എന്തായാലും പോയി കുടിക്കാനും പറ്റത്തില്ല. അപ്പം നമുക്ക് വീട്ടിൽ ഇരുന്നിട്ട് ഒരു സമാധാനമില്ല കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇന്നത്തെ ദിവസം നമ്മൾ ഫുഡ് ഓർഡർ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ ഞാൻ ആദ്യമേ വിചാരിച്ചു ഇവർ കുറച്ച് വെള്ളമെങ്കിലും കുറച്ച് ദിവസമെങ്കിലും നിങ്ങൾ വെള്ളം കുടിക്കാൻ മരിച്ചു വയ്ക്കാൻ അത് ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം എൻ്റെ മനസ്സിൽ നിന്നൊരു ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം എല്ലാവരും വിചാരിക്കും ഇപ്പം വീട്ടിൽ നിന്ന് ഏകദേശം 15-16 കിലോമീറ്റർ ഉണ്ട് ഈ സ്ഥലത്തോട്ട്. അപ്പം എനിക്കിന്ന് രാവിലെ ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോൾ അതിലൊരു മെസ്സേജ് കണ്ടത്, അല്ല നമ്മുടെ സബ്സ്ക്രൈബർ മെസ്സേജ് ഇട്ടേക്കുന്നത് അതിന് ഉള്ള ലൊക്കേഷൻ ഒന്ന് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരെങ്കിലും വന്നെടുത്തോളൂ. അപ്പം ഞാൻ എന്തായാലും ഇപ്പം ചെല്ലുമ്പോൾ ആ പട്ടിക്കുഞ്ഞുങ്ങൾ കിടക്കുന്ന ലൊക്കേഷൻ എന്തായാലും ഇതിനകത്ത് ടാഗ് ചെയ്ത് കൊടുക്കും കേട്ടോ, നമ്മുടെ ഈ കമൻറ്റ് ബോക്സിലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും. അപ്പോൾ ഈ പരിസരത്ത് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഏകദേശം ജനുവരി 30-നാണ്. അപ്പോൾ ഒരു ഫെബ്രുവരി 3 വരെയൊക്കെ ഇവിടെ ആ ലൊക്കേഷൻ എടുത്ത് നോക്കി നിങ്ങൾ അടുത്താണെങ്കിൽ നിങ്ങൾക്ക് പട്ടിക്കുഞ്ഞിന് വേണം താല്പര്യം ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പോയി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ലൊക്കേഷൻ കൊടുക്കാൻ പോകും. അത് മാത്രമല്ല അവർക്ക് വെള്ളം എന്തെങ്കിലും കൊടുക്കട്ടെ. കാരണം അത് വെള്ളം കുടി എൻ്റെ ഒരു മനസ്സിലൊരു ചിന്തയാണ്, ജനിച്ചിട്ട് വേറെ വെള്ളം കുടിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെള്ളം കുടിക്കാൻ മാർഗ്ഗമില്ല, അവിടെ വെള്ളമൊന്നും കണ്ടതുമില്ല. കുറച്ച് ചോറ് എന്തൊക്കെയാണ് അത് കൊടുക്കുന്ന തിന്നുന്നതല്ലാതെ അതിനൊക്കെ സ്വന്തമായിട്ട് അറിയത്തില്ല. അപ്പം നമ്മളിപ്പോൾ ഏകദേശം ആ ലൊക്കേഷനോട്ട് പൊക്കോണ്ടിരിക്കും. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ അങ്ങനെ കാണും. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. എന്റെ മനസ്സിൽ വന്ന വേറൊരു ചിന്തയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം എനിക്ക് കാണിച്ചിരുന്നത് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ചിന്തിക്കത്ത വീട്ടിൽ നിന്ന് 15 കിലോമീറ്റർ പോയതിന് വെള്ളം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഫുഡ് ആരെങ്കിലും കൊടുത്തു, വെള്ളം ആരെങ്കിലും കൊടുത്തോളൂ, അതങ്ങ് പൊക്കോളം വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. പക്ഷെ എന്റെ മനസ്സിൽ എന്തൊരു സമാധാനം കിട്ടുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം ഇപ്പൊ നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല, എനിക്ക് മാത്രം വെയിലാണ്. ഈ ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല. ചൂട് മനുഷ്യന് തന്നെ സഹിക്കാൻ പറ്റത്തില്ല. അപ്പം അവിടെ ആണെങ്കിൽ ഒരു തണൽ പോലും ഇല്ലാത്തവർ ആരൊക്കെ എന്റെ ഫേസ് ബോർഡൊക്കെ തെരച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ്. അപ്പം നമുക്ക് ചെയ്യാൻ വേണ്ടിയാണ് ദൈവം അത് കാണിച്ചത്. വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാവോ, പിന്നെ ആരെങ്കിലും വേറെ ആരെങ്കിലും ചെയ്തോളും പറഞ്ഞ് വരാതിരിക്കാം. പക്ഷെ 2-3 ദിവസത്തെ കാര്യമുള്ളൂ. അവർ കുറച്ച് ഒരാഴ്ചയോടെ കഴിയുമ്പോൾ ഒന്നെങ്കിൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിക്കോളും, അല്ലെങ്കിൽ അവർ തന്നെ വളർന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്വന്തമായിട്ട് വെള്ളം കുടിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പം നല്ലൊരു ഭംഗിയുള്ള പട്ടിക്കുഞ്ഞുങ്ങളാട്ടോ, നല്ല രസമുണ്ട് കാണാൻ. കണ്ടിട്ടത് ക്രോസ് ആണ്. അപ്പോൾ ഏതോ വീട്ടുകാർ ചെയ്തത് ശരിയല്ല, പക്ഷെ ആരെ കൊണ്ട് കളഞ്ഞിട്ട് പോയതാണ്. എന്തായാലും നമുക്ക് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഹെൽപ്പ് അതിന് ചെയ്യാം. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ലൊക്കേഷനിലോട്ട് പോയിട്ട് ബാക്കി സംസാരിക്കാം. അയ്യോ ദാണ്ടിരിക്കുന്നടാ കുഞ്ഞുങ്ങൾ. ഇപ്പൊ ഞാൻ പറഞ്ഞ പട്ടിക്കുഞ്ഞുങ്ങൾ ഇതാണ് കേട്ടോ. ഇവരെ ഞാൻ എവിടെയോ കഷ്ടം കേട്ടോ. ഇവിടെ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ഇനി ഒരാളും കൊണ്ടല്ലേ ഒരു തല ഉണ്ടോ? സാധാ പട്ടിക്കുഞ്ഞുങ്ങളല്ല. ഇവിടെ പാവം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഞാൻ എടുത്തു നോക്കി കണ്ടപ്പോഴാണ് മനസ്സിലായത് കഷ്ടം. ഇങ്ങനെ ഇവർ വന്ന് കരഞ്ഞ വെള്ളം കുടിക്കാൻ കണ്ട് ഇവിടെ ഫുൾ ഡ്രൈ ലാൻഡാണ് കേട്ടോ. ഫുൾ വെയിൽ. ഇവിടെ വെച്ച് തണലുണ്ടാണ്ട് ആരോ ഷീറ്റ് വെച്ച് കൊടുത്തേക്കും. ഇവിടെ വെള്ളം തരാം, വെള്ളം കുടിക്കാം. കുറിച്ച് വെള്ളം രാവിലെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് നാട്ടെ മുട്ട ഒരു പാത്രമൊക്കെ തന്നിട്ടുണ്ട്. കാരണം ആരോ ബിസ്ക്കറ്റ് കുറുക്കി വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ അച്ചക്കൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാ. നീ വീട്ടിൽ ഇരിക്കുവാന്നോടാ? വേടാ കേട്ടോ, നീ വീട്ടിലാണ്. വെള്ളം കുടിക്കാതെ ഇവിടെ പഴുപ്പ് വെള്ളം വെള്ളം കുടി. ഇതാകുമ്പോൾ അവർ കട്ടിയുള്ള പാത്രമാണ് ഈ പാത്രം കൊണ്ടുവന്നിട്ട്. ഇതാകുമ്പോൾ അവർ തട്ടിക്കളയത്തില്ല. കുടിച്ചോ കുടിച്ചോ കുടിച്ചോ. വെള്ളം കുടി വെള്ളം കുടി വെള്ളം കുടി വെള്ളം കുടി 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 കുടിച്ചോ കുടിച്ചോ. കൊണ്ടുവന്നിട്ടുണ്ട്. കഴിച്ചോ കഴിച്ചോ. ഗുഡ് ബോയ്. പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് മുട്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അയ്യോടാ വിശപ്പുണ്ട്, കഷ്ടം.
അയ്യോ എല്ലാവർക്കും ഉണ്ട് വേറെ പാത്രം കൊണ്ടുവരാം എല്ലാവരും വെയിറ്റ് ചെയ്യും. നല്ല വിശപ്പാണല്ലേ, കഷ്ടം. അപ്പം നാണ്ട് ഇവർ കിടക്കുന്ന ഞാൻ ലൊക്കേഷൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ അടുത്തൊരു 3-4 കിലോമീറ്റർ അടുത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കുക, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വന്ന് എടുക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് ഇട്ട് ഞാൻ സ്റ്റോറി ആയിട്ട് മെൻഷൻ ചെയ്യും കേട്ടോ. ഉറപ്പായിട്ട് ആരെങ്കിലും ഇതിനെ എടുത്ത് വളർത്താൻ നല്ല മനസ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ. ഓർഡർ പട്ടി പോകും, വലിയ പട്ടി പുള്ളിക്കാരൻ്റെ കൂടെ വന്നാൽ തോന്നുന്നു. അതല്ല ഇതിന് മറ്റേ ഇവിടെ തിന്നാനൊന്നുമില്ല. എല്ലാം കൂടെ നന്നാക്കി വിട്ടിട്ട് അയ്യത്തില്ല. കഴിച്ചോ. എല്ലാവരും കഴിച്ചു. പാവങ്ങൾ കേട്ടോ, മുട്ടയിട്ടിപ്പോൾ എന്തൊരു സന്തോഷം, വിശപ്പ് എല്ലാവർക്കും. നിങ്ങളുടെ വിശപ്പ് ഇതുവരെ മാറിയില്ലയോ? ഏടാ കുട്ട ചുറ്റിടൂ, മോത്തൊക്കെ ആക്കി ചൂടോ. നിങ്ങൾ അതിനകത്ത് വയ്യാത്തവൻ ഫുഡൊക്കെ അയച്ച് സന്തോഷമായിട്ട് കിടക്കുവാന്നോ? ഗുഡ് ബോയ്. അവിടെ വെള്ളം കുടിക്കണം കേട്ടോ. റോഡിലോട്ടൊന്നും പോകല്ലേ, ഞാൻ പോവാന്നേ. ഓക്കെ ടാറ്റ. ഞാൻ എന്തായാലും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഫുഡ് എന്തായാലും എല്ലാവരും കൊടുക്കും, അപ്പം കുഴപ്പമില്ല. വെള്ളം വെച്ചിട്ടുണ്ട്. അയ്യോ, നിങ്ങൾക്ക് ഇപ്പോൾ ആർക്കെങ്കിലും എടുത്തുകൊണ്ട് ഒരു മനസ്സുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ലൊക്കേഷൻ ഇപ്പോൾ തന്നെ കൊടുത്തേക്കാം കേട്ടോ. ഇതിനകത്ത് ഈ ലൊക്കേഷൻ കറക്റ്റ് ഇവിടെ തന്നെ വരും, വേറെ എങ്ങും പോകത്തില്ല. അപ്പോൾ ഒരു 10-4 കിലോമീറ്ററിനകത്ത് ഞാനിപ്പോൾ 15 കിലോമീറ്റർ കവർ ചെയ്ത് ഇവിടെ വരെ വന്നിട്ട് എനിക്ക് വെള്ളം കുടിക്കാൻ. എനിക്ക് കൈ വീഴാൻ പോലും അവിടെ വെള്ളമില്ല. അപ്പോൾ ഈ പട്ടി കുഞ്ഞുങ്ങൾ വെള്ളം കുടിക്കുന്നത് എങ്ങനെ? ഉറപ്പായിട്ട് അവർ മരിച്ചു പോയാനെ. അയ്യോ കഷ്ടം. അപ്പോൾ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ കൈ കഴിയിട്ട് നേരെ നമ്മുടെ തിരിച്ച് കൊട്ടാരക്കര പോവാം. ഇവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യാൻ പോട്ടോ. ഞാൻ എന്തായാലും റെസ്റ്റോറൻറ്റിൽ കയറി കൈ കഴുകിയിട്ടേ പോകത്തുള്ളൂ. നമ്മൾ എല്ലാ ഡെലിവറീസും നമ്മളൊരു കാര്യം ചിന്തിക്കണം. നമ്മൾ ഈ കസ്റ്റമർ കൊണ്ടുവന്ന ഫുഡ് നല്ല രീതിയിൽ കൊണ്ടുപോയില്ലെങ്കിൽ ആ കസ്റ്റമർ ആ ഫുഡ് എടുത്തില്ല, അത് കഴിക്കേണ്ട ആരാണ്? നമ്മളാണ്. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള ഫുഡ് പോലെ തന്നെയാണ് ആ ഫുഡ് നേരെ നമ്മൾ എടുത്തോട്ടാണ് വരുന്നത്, കസ്റ്റമർ ആ ഫുഡ് എടുത്തില്ലെങ്കിൽ. അപ്പോൾ എപ്പോഴും നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ ആ കാര്യം മനസ്സിൽ ഓർമ്മ വേണം. ഇപ്പോൾ ആ ലൊക്കേഷൻ ഇവിടെ താണ്ടൊരു ഷീറ്റിൻ്റെ അടുത്താണ്. അപ്പോൾ ഞാൻ എന്തായാലും താണ്ടെ ലൊക്കേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ വരാൻ പറ്റും കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ എന്താണ്ട് ഏകദേശം 10,000 സബ്സ്ക്രൈബ് എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഏകദേശം ഒരു 30 സബ്സ്ക്രൈബേഴ്സിനോട് വരും. വളരെ നന്ദിയുണ്ട് എല്ലാവർക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്തതിനും ഇതുവരെ. അപ്പോൾ നിങ്ങൾക്ക് ഇനി എനിക്കിതുപോലെ ഒരുപാട് കാര്യങ്ങൾ ആൾക്കാരൊക്കെ ഹെൽപ്പ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ കാര്യങ്ങളും കണ്ടന്റുകളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ തന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ചാനലിൽ തന്നെ യൂട്യൂബ് താങ്ക്സും യൂട്യൂബ് സൂപ്പർ ചാറ്റും അവൈലബിൾ ആണ്. വേറെ ഒന്നുമില്ല, നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ തന്നെ നിങ്ങൾക്ക് അതിലൂടെ നിങ്ങളുടെ UPI ഗൂഗിൾ പേ ഏതാണെന്ന് ഉപയോഗിച്ച് ഡയറക്റ്റ് ക്യാഷ് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ചെറിയ എമൗണ്ട് തന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ തന്നെ നിങ്ങളുടെ പേരെടുത്ത് കാണിക്കും കേട്ടോ. ഗൈസ് വളരെ സന്തോഷം കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ ഇത്രയും നാൾ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. ഇന്ന് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള ഡേ. കാരണം അവർക്ക് നമുക്ക് എന്തായാലും ഫുഡ് കൊടുക്കാൻ പറ്റും. എല്ലാവരും താണ്ട് സന്തോഷത്തോടെ കാണാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവിടെ എല്ലാവരും ഉറങ്ങി കേട്ടോ. കഷ്ടം. ഞാൻ എന്തായാലും ഇനിയിപ്പോൾ അവരെ ശല്യമൊന്നും ചെയ്യുന്നില്ല. കഷ്ടം. നമ്മൾ വന്ന സമയത്തുണ്ടല്ലോ കിടന്ന് കരയായിരുന്നു. നിങ്ങൾ കണ്ടില്ലേ വീഡിയോയിൽ? കരച്ചിലായിരുന്നു ഇവിടെ കിടന്ന്. കഷ്ടം. എന്തായാലും ഉറങ്ങി. അതുകൊണ്ട് അവർക്ക് കൊടുക്കാനുള്ള ബിസ്ക്കറ്റ് ഞാൻ ഒരു ചേട്ടനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അവിടെ സേഫായിട്ടുണ്ട്. 20 minutes later. മരമെല്ലാം വിടുപാട്.
സോ സമയം ഇപ്പോൾ ഏകദേശം 3:15 കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഏകദേശം 1 മണിക്കൂർ മാത്രമേ നമുക്ക് എടുക്കത്തുള്ളൂ നമുക്കൊരു നല്ല പ്രവൃത്തി ചെയ്യാൻ പറ്റും. പക്ഷെ എന്തൊരു സന്തോഷമായെന്നറിയാം, നമുക്ക് ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ ആട്ടോ. ഒരു 4 വയറ് നിറയ്ക്കാൻ പറ്റിയത് മാത്രമല്ല, അവർക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യം തന്നെ കേട്ടോ. ഫുഡും കഴിച്ച് 4 പാവങ്ങളും അവിടെ തന്നെ കയറി കിടന്ന് ഉറങ്ങി കേട്ടോ. എന്തൊരു സന്തോഷമാണെന്നറിയാം നമുക്കത് കണ്ടപ്പോൾ തന്നെ. നമ്മൾ പിന്നെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പോയില്ല. ഞാൻ എന്തായാലും ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും നല്ല മനസ്സ് തോന്നി നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കുക. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എല്ലാവർക്കും നമ്മുടെ എഞ്ചിനോയിലിൻ്റെ വീഡിയോ ഒക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൾക്കാർക്ക് അറിയാൻ താല്പര്യമുണ്ട് നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ റിവ്യൂ ആൾക്കാർ കേൾക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ 2 പ്രോഡക്റ്റ് കൊണ്ടുവരുന്നു. ഒന്നുമല്ല, വേറൊന്നുമല്ല, നമ്മുടെ ബൈക്കിൻ്റെ ചെയിൻ ഇപ്പം നല്ല ഡ്രൈ ആയി. അപ്പോൾ നമ്മൾ ഇന്നിപ്പം നല്ല വെയിലാണ് കേട്ടോ, ഇപ്പം നല്ല ചൂടുള്ള സമയമാണ്. അപ്പം ഈ പണിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഷോപ്പിൽ കയറി കൈയും കഴുകിയിട്ട് വേണം, ഒന്ന് സാനിറ്റൈസൊക്കെ ചെയ്ത് കൈ ഒന്നും കൂടെ വാഷ് ചെയ്തിട്ട് വേണം നമുക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ, സ്വിഗ്ഗി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 3:15 കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട്, അപ്പം നമ്മുടെ ചെയിൻ ഇപ്പം നല്ല ഡ്രൈ ആയി വണ്ടിയുടെ. അപ്പം നല്ല കട്ടിക്കിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പുതിയ 2 കിടിലം പ്രോഡക്റ്റുകൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയതായിട്ട് ബൈക്ക് എടുത്ത് ഒരു 5 വർഷത്തിനകത്തൊക്കെ നമുക്കൊരു വണ്ടിയെക്കുറിച്ച് ഒന്നും അറിയാൻ പറ്റത്തില്ല. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. അപ്പം ഞാണ്ട് ഇപ്പോൾ ചെയിൻ കണ്ട നമ്മുടെ ബൈക്കിൻ്റെ ചെയിൻ കട്ട ഡ്രൈ മാത്രമല്ല മൊത്തം പൊടിയാണ്. അപ്പോൾ എൻ്റെ ഈ 2 പുതിയ യമലൂബിൻ്റെ തന്നെ ചെയിൻ ക്ലീനറും ചെയിൻ ലൂബും ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഇടുന്നില്ല, കാരണം ഈ വണ്ടിക്ക് ഡബിൾ സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ ചെയിൻ റോളർ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ആമസോണിൽ നിന്ന് ചെയിൻ വീൽ റോളർ വാങ്ങിച്ചിട്ടില്ല, അപ്പോൾ അത് വാങ്ങിക്കണം. അപ്പോൾ അതുവരെ നമുക്ക് എന്തായാലും തൽക്കാലം ഇവിടെ ചേട്ടന്മാരെ കൊണ്ട് എന്തായാലും നമ്മുടെ പ്രോഡക്റ്റ് കൊടുക്കാം. അവർക്ക് പണിക്കൂലി മാത്രം കൊടുത്തിട്ട് നമുക്ക് എന്തായാലും ചെയിനൊന്ന് ലൂബ് ചെയ്യാം കേട്ടോ. ഇതാണ് ആ പ്രോഡക്റ്റ് കേട്ടോ. അപ്പോൾ ഇത് യമലൂബിൻ്റെ ചെയിൻ ലൂബും അതുകൊണ്ട് ഇത് ചെയിൻ ക്ലീനറുമാണ് കേട്ടോ. അത് ആമസോണിൽ നമ്മൾ വാങ്ങിച്ചതാണ്. കേട്ടോ ലൂബിൻ്റെ ഇത് വാങ്ങിച്ചു കേട്ടോ. എനിക്ക് അറിയത്തില്ല. അത് മാത്രമല്ല, ചെയിൻ മറ്റേ വീൽ റോളർ ഇല്ല കേട്ടോ, ഡബിൾ സ്റ്റാൻഡ് ഇല്ല. ചെയിൻ്റെ പണി നമ്മൾ അറിയാതെ ചെയ്താലേ കൈ പോവും, വിരൽ പോവും. അങ്ങനെ സമയം ഇപ്പം 3:30 ആയി. അപ്പോൾ നിസ്സാരം 15 മിനിറ്റിൻ്റെ കാര്യമുള്ളായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ അറിയാത്ത പണി ചെയ്ത് കഴിഞ്ഞാലേ നമുക്കത് നല്ലതല്ല. പ്രത്യേകിച്ച് ചെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നിമിഷവും നമ്മുടെ കൈ തന്നെ അതിനകത്ത് പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അറിയാതെ സ്റ്റാർട്ട് ചെയ്തിട്ട് വീല് കറക്കി വിടും, പക്ഷേ നേരെ നമ്മുടെ കൈ ചെന്ന് വിരൽ എന്നത് വീണ് ഒരുപാട് എനിക്കറിയാവുന്ന ചേട്ടന്മാരുടെയൊക്കെ കൈകൾ അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ, ചെയിനകത്ത് വീണ്. അതുകൊണ്ട് ചെയിൻ എപ്പോഴും നിങ്ങൾ ചെയിൻ ക്ലീൻ ചെയ്യുമ്പോഴോ ലൂബ് ചെയ്യുമ്പോഴോ വീട്ടിൽ സ്വന്തമായിട്ട് ആണെങ്കിൽ സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഇതെല്ലാം 80-100 രൂപയുടെ കാര്യമുള്ളൂ. കടയിൽ നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ ചെയ്തു തരും. പ്രത്യേകിച്ച് ഇതായാലും ഡബിൾ സ്റ്റാൻഡ് ഇല്ലാത്ത വണ്ടികൾക്ക്. ഇനി ഏത് വണ്ടിയായാലും ചെയിൻ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴും ചെയിൻ വർക്ക് ചെയ്യുമ്പോഴും ഏത് വർക്കേഴ്സ് ആയാലും സൂക്ഷിക്കണം, കാരണം നമ്മുടെ വിരൽ പോകാൻ ചാൻസ് ഉണ്ട്. എല്ലാവർക്കും ഒരു സേഫ്റ്റി മെഷേഴ്സ് എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. അപ്പം നമുക്കിനിയിപ്പോൾ നേരെ ഇവിടെ ലക്ഷ്മിയിൽ തന്നെ കയറി കൈ ഒന്ന് നല്ലോണം സാനിറ്റൈസ് ചെയ്ത് സോപ്പിട്ട് കഴുകിയിട്ട് നമുക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ ഓർഡർ എടുക്കാം കേട്ടോ. നമുക്ക് ഓൺ ചെയ്യാം. അങ്ങനെ സമയം താണ്ട് 3:40 നമുക്കെന്തായാലും 1 മണിക്കൂർ വർക്ക് ചെയ്യാം കേട്ടോ. 4:40 വർക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ലോഗിൻ ചെയ്യാം. നോക്കട്ടെ സ്റ്റാർട്ടിങ് ഡ്യൂട്ടി. ആദ്യത്തെ ഓർഡർ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ എടുക്കാം. ഹോപ്പ്ഫുള്ളി ഇവിടെ നിന്ന് തന്നെ ഒരു ഓർഡർ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഒരു 100 രൂപ നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടത്തേക്ക് എളുപ്പമാണ് കേട്ടോ. നമ്മളൊരിക്കലും ഇതൊരു ബർഡനായിട്ട് കാണേണ്ട കാര്യമില്ല. ഇതിനൊരു നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനൊരു രീതികളുണ്ട്. അപ്പം കുറേ കമൻറ്റൊക്കെ വരുന്നുണ്ട്. ചില ആൾക്കാർ പറയുന്നുണ്ട് എറണാകുളത്ത് നിർത്തിയിട്ട് ഇങ്ങോട്ട് വന്നാൽ എന്താണെന്ന്. അങ്ങനൊന്നുമില്ല കേട്ടോ. എല്ലാ ലൊക്കേഷനിലായാലും കുറച്ച് ദിവസം നല്ല ഓർഡർ കാണും, കുറച്ച് ഡൗൺ കാണും. പക്ഷെ നമ്മൾ ആ ഡൗൺ എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണം കേട്ടോ. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല 1-2 ദിവസം ഇവിടെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്കത് മനസ്സിലാവും. ചില ദിവസം നമുക്ക് ഓർഡർ കുറച്ച് കുറവായിരിക്കും, പക്ഷേ എന്നും ഒരേപോലെ നമുക്ക് ഓർഡർ കിട്ടത്തില്ല. പക്ഷേ ഒരു വീക്കിൽ നമ്മൾ ഫുൾ കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്താൽ ഒരാഴ്ച ഇവിടെ 12,000 രൂപ ഏൺ ചെയ്യുന്നുണ്ട് ഫുൾ ടൈം. അതിലൊരു 3,000 രൂപ. ഈ വണ്ടിയാണെങ്കിൽ 4,000-4,200 രൂപ പെട്രോൾ. 4,200 4,000 രൂപ പെട്രോളാണ്. സാധാ വണ്ടിയാണെങ്കിൽ 2,500-3,000 രൂപ. ഫ്ലാറ്റിനൊക്കെ ആണെങ്കിൽ അത്രയും പെട്രോളാണ്. നമ്മളൊരു കാരണവശാലും നിങ്ങൾ ആരും വിഷമിക്കേണ്ടതില്ല. ഏത് ജോലിയായാലും ഇപ്പോൾ കുറച്ച് ഏണിങ്സ് കുറഞ്ഞു പോയെങ്കിൽ ഒരു ദിവസം നമ്മൾ ഇച്ചിരി ഏണിങ്സ് കുറഞ്ഞു പോയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഇത്രയും ഫ്രീഡം ഉള്ളൊരു ജോലി നമുക്കിതില്ല വേറെ ഇല്ല ഇവിടെ.
വേറെ ആരുടെയും കാല് പിടിക്കേണ്ട, നമുക്ക് ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. കറക്റ്റ് ടൈമിൽ നമുക്ക് സാലറി നമുക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ഇപ്പോൾ എന്തായാലും ആദ്യത്തെ ഓർഡർ എപ്പോഴാണെന്ന് നോക്കട്ടെ. ഓർഡർ വന്നിട്ടുണ്ട് 20 രൂപ നമ്മൾ സോണിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഡറാണ്. അപ്പോൾ ഇത് ഹോട്ട് കേക്ക്സ് ആണ് ഈ ഓർഡർ. എന്തായാലും വേഗം കൺഫേം ചെയ്യാം, നമ്മൾ അങ്ങോട്ട് പോവാം. വൈകിട്ടൊരു 3:30-3:45 ആയതുകൊണ്ട് സ്കൂൾ വിടുന്ന സമയമായിട്ട് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഹോട്ട് കേക്ക്സ് എത്തിയേക്കാണ്. ഈ ഹോട്ട് കേക്ക്സ് നമ്മൾ അധികം അങ്ങനെ വരാറില്ല കേട്ടോ, കാരണം ഇവിടെ നമുക്ക് ഇപ്പോൾ ഓർഡർ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇവിടെ ഈ ഹോട്ട് കേക്ക്സ് തൊട്ട് അടിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്ത് പോയി വേഗം ഓർഡർ എന്താ വെച്ച് പിക്ക് ചെയ്യാം. എത്ര 2 ഓറഞ്ച് ജ്യൂസ്, ഒരു പൈനാപ്പിൾ. തിങ്കളാഴ്ച വേറെ പ്രത്യേകം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഒരു 1000 രൂപ അടുപ്പിച്ചാണ് പ്രതീക്ഷിക്കുന്നത്. 1000 രൂപ അടുപ്പിച്ചാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ 3 മണി ആയിട്ടേ ഉള്ളൂ. ഇത് ആദ്യത്തെ ഓർഡർ 20 രൂപ ഓർഡർ. പക്ഷേ ഇന്നൊരു 1000 രൂപ കൂടുതൽ കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ച അധികം ഡെലിവറി ബോയ്സ് സോണിൽ വർക്ക് ചെയ്യാൻ വേണ്ടി കാണത്തില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട് തിങ്കളാഴ്ച. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് കേട്ടോ പറയുന്നത്. $190. ഇതെൻ്റെ അക്കൗണ്ടിലോട്ടാ. ബാക്ക് ടു മൈ ചാനൽ. സമയം ഇപ്പോൾ 6:30 ആയി കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഏകദേശം 6 മണിക്കൂറിനകത്ത് ഒരു 20 രൂപയുടെ ചെറിയ ഓർഡർ കിട്ടുള്ളൂ. പക്ഷേ എന്നും പറഞ്ഞാൽ ആരും വിഷമിക്കണ്ട കേട്ടോ, നിങ്ങൾ ഒരിക്കലും ടെസ്റ്റ് ആവാൻ പാടില്ല. 20 രൂപയുടെ ചെറിയ ഓർഡർ കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് യൂട്യൂബിലൊക്കെ വരുന്ന ഓരോ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ അതിലൊരോ പയ്യന്മാരൊക്കെ പറയാറുണ്ട് ചേട്ടാ, 2 ദിവസമായിട്ട് വർക്ക് ചെയ്യുന്ന പൈസ എല്ലാം നമ്മുടെ ബോർഡിംഗ് ഫീസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു വട്ടേ പിടിക്കത്തുള്ളൂ. സ്വിഗ്ഗി എല്ലാ കാര്യത്തിലും ട്രാൻസ്പെറൻ്റ് ആട്ടോ. സ്വിഗ്ഗി ആയാലും സൊമാറ്റോ ആയാലും ചിലപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യാൻ ഒരു ഫീസിന് അടച്ചിട്ടില്ലെങ്കിൽ ആദ്യം ഇപ്പോൾ എത്ര ഫീസിന് അറിയത്തില്ല, 1000 എങ്കിൽ 1000, 500 എങ്കിൽ 500. അപ്പോൾ ആ ഒരു ഓൺ ബോർഡിംഗ് ഫീസ് നമ്മൾ വർക്ക് ചെയ്യുന്ന ആദ്യത്തെ വീക്കിൽ സാലറിയിൽ ആദ്യത്തെ വരുന്ന വീക്കിൽ ആദ്യത്തെ 1-2 വീക്കിൽ സാലറിയിൽ നമ്മൾ കുറച്ച് കട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ഓൺ ബോർഡിംഗ് ഫീസ് എന്ന് പറയുന്നത് ജോയിൻ ഫീസും അല്ല. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇത്രയും യൂത്തായിട്ടുള്ള ഇത്രയും ചെറുപ്പക്കാർ ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള നമ്മുടെ യൂത്ത് ഇങ്ങനെ ഒരു ചെറിയ കാര്യം വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഡൗൺ ആയി പോകാൻ പാടില്ല. ഇതൊക്കെ ചെറിയൊരു കാര്യങ്ങൾ, അങ്ങനെ കാര്യമുണ്ട്. ഈ ജോലി അങ്ങനെ നിങ്ങൾ ഒരിക്കലും ഒരു മെയിൻ ആയിട്ട് എടുക്കരുത്. നമ്മളെപ്പോഴും ഇതൊരു പാർട്ട് ടൈം ആയിട്ട് സൈഡ് ഇൻകം ആയിട്ടേ കാണാവും. മെയിനായിട്ട് കാണുന്നവർക്ക് ഇങ്ങനെയല്ല വർക്ക് ചെയ്യേണ്ടത്. അത് നമ്മൾ വേറെ വീഡിയോയിൽ അവതരിപ്പിക്കാം. നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നതെല്ലാം നമ്മൾ പാർട്ട് ടൈം ആയിട്ട് എങ്ങനെ കൺസിഡർ ചെയ്യാന്നുള്ളത് കേട്ടോ. നമ്മൾ ബോർഡിംഗ് ഫീസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഒരു തവണയെ പിടിക്കത്തുള്ളൂ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന്. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറക്റ്റായിട്ട് സാലറി നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. നമ്മൾ എത്ര രൂപ ചെയ്യുന്നത് എത്ര നമുക്ക് കിട്ടുകയും ചെയ്യും. അതിലൊന്നും വേറൊരു മാറ്റമില്ല കേട്ടോ. അപ്പോൾ ഒരിക്കലും തുടക്കത്തിൽ തന്നെ ജോയിൻ ചെയ്ത ഉടനെ തന്നെ നമ്മളിങ്ങനെ ഡെസ്പ് ആവാൻ പാടില്ല ഒരിക്കലും. ഞാൻ എല്ലാവർക്കും ഒരു അറിവിന് വേണ്ടി പറഞ്ഞതാണ്. പിന്നെ ആദ്യം ഇന്ന് തിങ്കളാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പ്രത്യേകമല്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഡെലിവറി ബോയ്സ് ഒക്കെ കൂടുതലും ലീവ് എടുക്കുന്ന ദിവസമാണ്. അപ്പം ശനിയാഴ്ച ഞായറാഴ്ച വർക്ക് ചെയ്ത് എല്ലാവരും ടയേർഡായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ഡെലിവറി ബോയ്സ് ഫോണിൽ കാണത്തുള്ളൂ. അപ്പം നമുക്കിന്ന് കൂടുതൽ ഓർഡേഴ്സാണ് എല്ലാ തിങ്കളാഴ്ചയും കണ്ടുവരുന്നത്. മിനിമം ഒരു 750 എങ്കിലും കിട്ടും. അപ്പം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. 6 മണി തൊട്ട് ഈ ഫോണിൽ 750 കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പം പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പട്ടികുഞ്ഞുങ്ങളെല്ലാം സേഫായിട്ട് നമ്മൾ ഫുഡെല്ലാം കൊടുത്ത് അവർക്ക് വേണ്ട വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം സേഫാണെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇനി നമ്മളെ ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. 20 രൂപയുടെ ഓർഡർ ഉണ്ട്. എവിടെ നോക്കട്ടെ, 2 കിലോമീറ്റർ ആയതാനി അടിപൊളി. അപ്പോൾ നമുക്ക് തിരിച്ച് അങ്ങോട്ടാവട്ടെ പോകണ്ടേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ നമ്മൾ എഴുകോണെടുത്ത് ഒരു സോണിലോട്ട് പിടിക്കും അങ്ങോട്ട് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ എങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞത്, സെയിം ഇന്നലത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. അതിനുശേഷം നമ്മൾ ഇന്നലെ ഈസി ആയിട്ട് 750 രൂപയാണ് ഏൺ ചെയ്തത്. ഒരു എഫേർട്ടും ഇല്ലാതെ നമ്മൾ ഏൺ ചെയ്യാൻ പറ്റിയത്. മെയിനായിട്ട് എടുക്കരുത്. ഇച്ചിരി പെട്രോൾ അടിക്കാൻ 2 ദിവസം കൊണ്ട് ഓടിയിട്ട് പൈസ കിട്ടിയില്ലെന്നും പറഞ്ഞതൊക്കെ നമ്മൾ ഒരു ദിവസം ഇട്ടിട്ട് പോയിക്കാൻ നമ്മൾ ഇവിടുന്ന് പോയി വേറെ എന്തോത്തിലോട്ട് പോയാലും നമുക്ക് ഒരിക്കലും ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ഞാൻ ആരും കുറ്റം പറയല്ല, നമുക്കെപ്പോഴും പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരിക്കലും അത്രയും ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊന്നും നമ്മൾ വീക്കായിട്ട്, പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലെ വരുമാനം ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏർണിങ്സ് നേടാൻ തുടങ്ങുമ്പോൾ വരുമാനത്തിലോട്ട് നമ്മൾ ഏർണിങ്സും ക്യാഷ് ഫ്ലോ ഒക്കെ അറിഞ്ഞു വരുന്ന സമയമാണ്. ഒരിക്കലും ആ തുടക്ക സമയത്തൊന്നും നമുക്ക് അറിവില്ലായ്മയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതാണ് ഇങ്ങനെ ഒരിക്കലും നമ്മൾ പൈസ വെറുതെ നമ്മുടെ കയ്യിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കത്തില്ല. പെട്രോൾ അടിക്കാൻ കുറേ കാശ് കമ്പനി ഏത് കമ്പനി ആയാലും ഇങ്ങനെ തരും, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഒരു കമ്പനി ഒരു പൈസ ആരും വെറുതെ എടുത്തില്ല, എല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്. അപ്പോൾ അങ്ങനത്തെ ചിന്ത ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് എന്തായാലും മുന്നേറാം. ഇപ്പോൾ നമുക്ക് എന്തായാലും ഓർഡർ എടുക്കാൻ പോവാം. ചിക്കൻ ഫ്രൈ 18 പൊറോട്ട ബീഫ് കറി 7901 റെഡി ആയിട്ടില്ല കേട്ടോ. 6:48 പിക്കപ്പ് ടൈം എന്നൊക്കെ എന്തായാലും ചോദിച്ചു നോക്കാം. പറഞ്ഞ റെഡി ഇതാണ്ട് ഈ പാക്കറ്റ്. ചേട്ടാ 18 പൊറോട്ട ബീഫ് കറി ചിക്കൻ ഫ്രൈ 7901 റെഡി വേണം. രാജധാനി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് അപ്പോൾ സൂപ്പറായിട്ട് ഇരുന്ന് ഡൈനിങ് സ്പേസ് മേളിൽ
കുറേ പാർട്ടി സ്പേസ് ഒക്കെ ഉള്ള സൂപ്പർ മാർക്കറ്റ് എല്ലാം ചേർന്നിട്ടുള്ള ഒരു കിടിലം റെസ്റ്റോറൻ്റ് ആയിരുന്നു. ക്യാഷ് ഓൺ ഡെലിവറിയാണ്. അപ്പോൾ 521 രൂപയും കൂടെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഇവിടുത്തെ കിച്ചണിലെ ആൾക്കാരൊക്കെ മാറിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റെസ്റ്റോറൻറ്റിൽ ഫുൾ മാറ്റങ്ങൾ വരുത്തിയാണ്. അപ്പോൾ ഇപ്പോൾ തൊട്ട് പിന്നെയും നല്ല സ്പീഡപ്പായിട്ട് കേട്ടോ സൂപ്പർ ആയിട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം വന്നു ബോക്സ് ഫുള്ളാണല്ലോ, അതിനകത്ത് സ്ഥലമില്ലാത്ത അവസ്ഥയായി. ഞാൻ ടൈറ്റായിട്ട് കിട്ടിയേക്കാം. നമ്മുടെ കയ്യിൽ നിന്ന് എന്തായാലും ഒരു മിസ്റ്റേക്ക് വേണ്ട, സെറ്റായിട്ടുണ്ട്. ആണ് അത് മാത്രമല്ല 500 രൂപ ക്യാഷ് ഓൺ ഡെലിവറിയാണ്. കയ്യിൽ ക്യാഷ് കളക്ട് ചെയ്യാം. അപ്പം നമുക്ക് 500 രൂപ കയ്യിൽ കിട്ടും. അത് മാത്രമല്ല തൊട്ടടുത്താണ് കേട്ടോ, 1/2 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഇന്നെടുത്ത ആദ്യത്തെ 2 ഓർഡർ മൊത്തത്തിൽ ഒരു 1.5 കിലോമീറ്ററിനകത്ത് ഇന്ന് മൊത്തം ഓടിയുള്ളൂ നമ്മൾ ഡെലിവറിക്കായിട്ട്. ഇപ്പല്ല താങ്ക് തിരിച്ചിവിടെ ഇപ്പം ഹോട്ട്സ്പോട്ടിൽ എത്തിയേക്കാണ്. അപ്പോൾ KFC എന്നാണെന്നാണ് കാണിക്കുന്നത് കൂടുതൽ ഓർഡർ കിട്ടാൻ ചാൻസ്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ നോക്കിയാൽ അറിയാൻ പറ്റും എവിടെയാണ് കൂടുതൽ ഓർഡേഴ്സ് കിട്ടാൻ ചാൻസ് ഉള്ളതെന്ന്. അപ്പം KFC ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും KFC വെയിറ്റ് ചെയ്യാം. മാത്രമല്ല എൻ്റെ കയ്യിൽ ഇപ്പം കുറച്ച് ക്യാഷ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് കിട്ടിയതിൽ 500 രൂപ ഇരിപ്പുണ്ട്. അപ്പോൾ ബാക്കിയല്ല ഇന്നലെ ഇടാൻ വെച്ചതിന് 500 രൂപ, മൊത്തം 1000 ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇടണം. അടിപൊളി കേട്ടോ, പ്രാണ. അപ്പോൾ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പ്രാണ എന്ന് പറഞ്ഞൊരു ഇലക്ട്രിക് ബൈക്ക് ആട്ടോ. അത്യാവശ്യം നല്ല റേഞ്ചൊക്കെ കിട്ടുന്നൊരു കിടിലൻ മോഡലാണ്. ഇങ്ങനത്തെ വണ്ടിയൊക്കെ ആണെങ്കിൽ പൊളിക്കും. നമ്മുടെ സിറ്റിയിൽ തന്നെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഈ സോളാറിങ് ഉണ്ടെങ്കിൽ ഫുള്ള് ഡെലിവറിക്കാൻ സൂപ്പറായി കേട്ടോ. C900 ഹെഡ്ലൈറ്റ്. ജോലിയുടെ വേറെ പോസിറ്റീവ് സൈഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ഇപ്പോൾ എന്താണ് എനിക്കിപ്പോൾ ഈ നിമിഷം ഓഫാക്കിയിട്ട് ജോലി വേണ്ട, എനിക്ക് ഇന്ന് അത്യാവശ്യമുണ്ട്, വീട്ടിൽ പോകണം, അല്ലെങ്കിൽ എനിക്കൊരു 500 രൂപയുടെ ആവശ്യമുണ്ട്, 1000 രൂപയുടെ ആവശ്യമുണ്ട് എന്നാണ്. ഇപ്പോൾ എൻ്റെ ഒരു 1000 രൂപ ഡിപ്പോസിറ്റ് ചെയ്യാൻ മാത്രമേ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എടുത്തിട്ട് ഇന്ന് തന്നെ നമുക്കിപ്പോൾ തന്നെ ലോഗ് ഔട്ട് ചെയ്തിട്ട് ഇറങ്ങാം. എന്നിട്ട് നാളെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് നമ്മുടെ സാലറിയിൽ നിന്ന് തന്നെ കട്ട് ചെയ്തോളും കേട്ടോ. അപ്പോൾ ഒരിക്കലും എന്തായാലും 1000 രൂപ കൊണ്ട് നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല, ആരും മുങ്ങാനും പോകുന്നില്ല. അങ്ങനെ മുങ്ങിയമാർ ലോക മണ്ടന്മാരാണ് കേട്ടോ. ഒരു വട്ടം അങ്ങനെ മുങ്ങാൻ പറ്റും. ഇത് നമുക്ക് എന്നും വേണ്ടൊരു കാര്യമാണ്, മറക്കരുത്. റെസിപ്റ്റഡ് കുട്ടാ. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തന്നെയുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞൊക്കെ നമ്മുടെ ഈ ജോലിയുടെ മാത്രം ഒരു പോസിറ്റീവ് സൈഡാണ് കേട്ടോ. വേറെ ഏതെങ്കിലും ജോലിക്കാണ് നമുക്കിപ്പോൾ 1000 രൂപ അത്യാവശ്യമായിട്ട് കടം വേണം. നമ്മൾ എത്ര വട്ടം ആരുടെത്തൊക്കെ ചോദിക്കണം, കിട്ടുമെന്ന് തന്നെ ഉറപ്പല്ല. ഇതിപ്പോൾ നമുക്ക് 1000 രൂപ വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി കിട്ടിയ ക്യാഷ് എടുക്കാം. നമ്മുടെ എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നീട് അടുത്ത ഓഫർ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയിക്കോളും. അങ്ങനെ ഒരുപാട് കേട്ടോ, ഒരുപാട് പോസിറ്റീവ് സൈഡ് ഉണ്ട് ഇതിന്. നമുക്ക് വേറൊരു ജോലിക്ക് കിട്ടാത്തൊരു ഫ്രീഡമാണിത്. ഒരു കോഫി മധുരം കുറച്ച്. അങ്ങനെ ഞാൻ എഴുത്താണിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കൊട്ടാരക്കരയിലെ എഴുത്താണി റെസ്റ്റോറൻറ്റ്. ലോവർ കരിക്കത്താണ് കേട്ടോ റെസ്റ്റോറൻറ്റ് വരുന്നത്. എഴുത്തർ. അതാന്ന് തോന്നുന്നു. ഇന്ന് തിങ്കളാഴ്ച സാധനം നല്ല ഇത് വരണ്ടേ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ശരി, അതുകൊണ്ടായിരിക്കല്ലേ. കയറിപ്പോയി ചേച്ചി ബൈക്കിന് ഹെഡ്ലൈറ്റ് ഇട്ടു കേട്ടോ. പക്ഷെ ഭയങ്കര അപകടമാണ്. കാരണം പെട്ടെന്ന് വളവ് തിരിഞ്ഞാലും ഒരു കറുത്ത വണ്ടിയാണ്, ആരും അറിയത്തില്ല വണ്ടി രാത്രി. ലൈറ്റ് ഹെഡ്ലൈറ്റ് ഓർഡർ കൊടുത്താൽ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഏതാ വീടെന്ന് ഉറപ്പില്ലല്ലോ, എന്ന് വിളിച്ചോ. ഫുഡ് ഓർഡർ ചെയ്തില്ലായിരുന്നോ? അതില്ല. താങ്ക്. അടുത്ത ഓർഡർ എന്തായാലും ഡെലിവറി ഇട്ടുണ്ട്. ഡെലിവറിയും കൂടെ മാർക്ക് ചെയ്യാം അവിടെ തന്നെ. എനിക്ക് അടുത്ത ലൊക്കേഷനിലോട്ടോ നോക്കട്ടെ, എത്ര എനിക്ക് വേണമെങ്കിൽ കിട്ടിയോ നോക്കട്ടെ. അടിപൊളി. ഉള്ളത് 1 കിലോമീറ്റർ കേട്ടോ, 3 മിനിറ്റ് ഇവിടുന്ന് അടുത്ത് തന്നെ. അത് താങ്ക് യു. ഓർഡറിന് സക്സസ്ഫുള്ളി ഡെലിവറി ആയിട്ടുണ്ട്. മാർക്ക് ചെയ്യാം. ഉടനെ തന്നെ ലോങ് ഓർഡർ ആയി ഇനിയിപ്പോൾ പ്രതീക്ഷിക്കുന്നത്
അടിപൊളി. അപ്പോൾ 2 സർജ് കിട്ടി കേട്ടോ. ഓരോ ഓർഡറിന് നമുക്ക് ഓരോ സർജ് കിട്ടി. 30 രൂപയുടെ ഓർഡറാണ്. KK ബേക്കറിയിലാണ് കേട്ടോ. ഇപ്പം ഉണ്ടായാൽ മതി. ഓറഞ്ച് കളർ 5 മുട്ട പപ്സ് ചേട്ടാ. 5 മുട്ട പപ്സ് അല്ലേ? ഫുഡ് കൊടുക്കാം. ഫുഡ് ചേച്ചി ഷാരിഷ അല്ലേ? 142. അടിപൊളി. നമ്മൾ ക്യാഷ് എന്തായാലും കളക്ട് ചെയ്തിട്ടുണ്ട്. വേഗം ഡെലിവറി മാർക്ക് ചെയ്താൽ പൊളി. 30 സെറ്റ്. അടുത്ത ഓർഡറിലേക്ക് പോകാം. ഇപ്പോൾ എത്ര നോക്കട്ടെ. പൊളി. എഴുത്താണിയിൽ തന്നെ കേട്ടോ. 42 ഇവിടെ അല്ല, ഇവിടെ നോക്കട്ടെ. ഇപ്പം എടുക്കും. 12 അരിപ്പത്തിരി 2 ബീഫ് തേങ്ങാക്കൊത്ത്. അപ്പോൾ ഇത് റെഡി ആയിട്ടില്ല കേട്ടോ. ആ ചേട്ടാ, എത്ര 1/2 ലിറ്ററാണ്? ആ 3 ബീഫ് തേങ്ങാക്കൊത്തല്ലേ ചേട്ടാ? പെപ്സി ഉണ്ടോ? പെപ്സിയും 2 ബോട്ടിൽ വെള്ളവും 1 ക്ലബ് സോഡ. ഒരു 80 രൂപ എക്സ്ട്രാ കസ്റ്റമറിൻ്റെ തന്നെ കളക്ട് ചെയ്യണം. നമ്മളിപ്പോൾ വാങ്ങിച്ച പെപ്സിയുടെയും സോഡയുടെയും വെള്ളത്തിൻ്റെയും കൂടെ പൈസ. നമ്മളൊരു ഹെൽപ്പ് ചെയ്തപ്പോൾ നമുക്ക് ചെറിയൊരു ടിപ്പും കിട്ടിയിട്ടുണ്ട് കേട്ടോ. 80 ആയിരുന്നു, എനിക്ക് 110 കിട്ടി. ഭയങ്കര സന്തോഷം. തോട്ടത്തിലേക്ക് പോകാം. അടിപൊളി. 42. എനിക്കിപ്പോൾ എന്താണ്ട് 2 ഡബിൾ ഓർഡർ അടിച്ചിട്ടുണ്ട് നമ്മുടെ ഹോട്ട് കേക്സിൽ നിന്ന് തന്നെ. സമയം ഇപ്പോൾ ഏകദേശം 9:01 കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ പ്ലാനിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. 750 ഒക്കെ പ്രതീക്ഷ എല്ലാ തിങ്കളാഴ്ചയും ഉറപ്പായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞാൽ ചെറിയൊരു മാറ്റമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് മാസാവസാനമോ ജനുവരി 30 29. അപ്പം മാസാവസാനം ആകുമ്പം ആൾക്കാരുടെ കയ്യിൽ ഫണ്ട് ടൈറ്റ് ആട്ടോ. അത് നല്ല രീതിയിൽ നമ്മളെ ആണ്ട് മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അതിനുള്ള തെളിവാണ് ഇപ്പം എന്താണ്ട് ഇത്രയും സമയമായിട്ട് എനിക്ക് ഏകദേശം 170 രൂപയുടെ ഇതേ ആയിട്ടുള്ളൂ, ഓർഡർ ആയിട്ടുള്ളൂ. സാധനം 750 കിട്ടേണ്ടടുത്തായി ഇപ്പം 170 വന്നേക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം മാർക്കറ്റിൽ ഫണ്ട് ഇല്ല, ആൾക്കാരുടെ പൈസ കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഓർഡറും കുറവാട്ടോ. ഒരു പട്ടിക്കുട്ടി 2 ചിക്കൻ ഫ്രൈഡ് റൈസ് തന്നെ കേട്ടോ. അത് മാത്രമല്ല ഇപ്പം നമ്മുടെ എനർജി ലോ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ എനർജി ഒന്ന് ബൂസ്റ്റ് ചെയ്യാം. നമുക്ക് അകത്ത് കയറി എന്തെങ്കിലും നോക്കട്ടെ എന്താ നമുക്ക് വാങ്ങിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാം. വേറെ ഒന്നല്ല, ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ യൂട്യൂബ് താങ്ക്സ് വഴി നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും എൻ്റെ ഒരു പാർട്ടായിട്ട് മാറാം, ഹെൽപ്പ് ചെയ്യാം. നമുക്ക് ട്രോപ്പിക്കാൻ എടുക്കാം. പൊളി. മിക്സഡ് ഫ്രൂട്ട് ഇത് മതി. എഡ്വിൻ അല്ലേ? 175. ചേഞ്ച് ഗൂഗിൾ പേ അയച്ചു തന്നാൽ മതിയോ? എൻ്റെ ചേഞ്ച് ആയിട്ടില്ല കേട്ടോ, ക്യാഷേ ഉള്ളൂ. അല്ല 500 ചേഞ്ച് ഇല്ല, 100. വളരെ ഗൂഗിൾ പേ എന്തോ അതായത് ലേറ്റായി. തൊട്ടപ്പുറത്ത് ഹോസ്റ്റലിൽ താങ്ക് യു. അടിപൊളി. 30. എനിക്ക് ആദ്യമേ ജ്യൂസിൻ്റെ ഓർഡർ വന്നത്. വീണ്ടും ചെറിയ ഓർഡറാണല്ലോ. 20ൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട് വീണ്ടും. കടയെ കാണിച്ച് അയ്യോ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഓർഡറിൽ സൊമാറ്റോ ഓർഡറിൽ കുബൂസ് എടുക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ അതെന്തോ വിഷയം, കസ്റ്റമറെ വിളിച്ചായിരിക്കണം. ഇടയ്ക്ക് ഇതേപോലെ മിസ്റ്റേക്സ് ഒക്കെ പറ്റാം കേട്ടോ. ഹോട്ടലിന് ഭാഗത്ത് അവരും ടയേർഡായ രാവിലെ തൊട്ട് ഫുൾ വർക്ക് ചെയ്താൽ ചേട്ടാൻ കഷ്ടം, ഫുൾ ക്ഷീണിച്ചിരിക്കുക വർക്കേഴ്സ് എല്ലാവരെല്ലാം. അപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റാം, നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഏതാ സ്വിഗ്ഗിയോ? സ്വിഗ്ഗി കുഴപ്പമില്ല, അത്യാവശ്യം വണ്ടി സ്കൂട്ടറിനേക്കാൾ മൈല ഉണ്ടായിട്ട് കുഴപ്പമില്ല. എനിക്ക് 48 കിട്ടുന്നുണ്ട്. അതുകൊണ്ടാ കുഴപ്പമില്ല, മൈല ഉണ്ട്. പാർട്ട് ടൈം താങ്ക് യു. 9:40. അടിപൊളി. 20. 37 ആയുള്ളൂ, 4 മണിക്കൂർ. വേണമെങ്കിൽ നമുക്കിതിനെ 2 രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഒന്നെങ്കിൽ കുറ്റം പറയാം, അല്ലെങ്കിൽ ഡൗൺ ആവാം, അല്ലെങ്കിൽ ഇതിനെ തെറി വിളിക്കാം, സാഡാവാം, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് കാണാം. ഞാൻ ലാസ്റ്റ് എന്തായാലും നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. ദിവസം ലാസ്റ്റ് ഞാൻ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞുതരാം. ലൈഫിൽ
എങ്ങനെ നമ്മളൊരു ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്, എങ്ങനെ ഇതിനെ ഒന്ന് ഫേസ് ചെയ്യേണ്ടതെന്നുള്ളൊരു ചെറിയൊരു ടിപ്പ് ഞാൻ എന്തായാലും പറഞ്ഞുതരാം. വീഡിയോയുടെ അവസാനമാവട്ടെ. A few moments later. 25 തേർഡ് അടുപ്പിച്ചാ 100. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഫസ്റ്റ് ആവുന്നേ ഉള്ളൂ കേട്ടോ, കാരണം ഓർഡർ കുറവാണ്. നമ്മളെന്തായാലും ചേട്ടാ 17 പൊറോട്ട. ആ ഉണ്ട് 13 മിനിറ്റ് 9.4 കിലോമീറ്റർ 10:05 കാണിക്കുന്നത് കസ്റ്റമറിൻ്റെ അടുത്ത് എത്തുമ്പോൾ. 10:03 ആകുമ്പോൾ ഞാൻ അടുത്ത് വന്നാൽ പ്രതീക്ഷിക്കുന്നത്. നോക്കാം, മാക്സിമം നോക്കാം. അതിൻ്റെ ഇടയ്ക്കൂടെ നൈസിന് എങ്ങനെയെങ്കിലും പോകാൻ നോക്കുവാണ്. താങ്ക് യു. അടിപൊളി ഗൈസ്. ഞാൻ എന്താ ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട്. 57 രൂപയാണ് നമ്മൾ ടോട്ടൽ ഏർണിങ്സ്. സമയം ഇപ്പം എന്താ 10:10 ഇപ്പം എൻ്റെ ഇന്നത്തെ ദിവസം ടോട്ടൽ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ 300 രൂപയുണ്ട്. 294 കൂടെ ഒരു 6 രൂപയും കൂടെ വേണം 100 ഇൻസെൻറ്റീവ് കിട്ടും. അപ്പോൾ എന്തായാലും ഒരു ഓർഡർ കിട്ടുന്ന എന്തായാലും പ്രതീക്ഷിക്കാം. തിരിച്ചെന്തായാലും സോണിലോട്ട് പോവാം. ഞാൻ പറഞ്ഞില്ലേ ഏതാണ്ട് നമുക്ക് 74 ഒരു ലോങ് ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ടോ. 13 കിലോമീറ്റർ ക്രോസ് ബൗളിലാണ്. അപ്പം ചില്ലി പനീർ മാത്രമേ ഉള്ളൂ. ഫുഡ് ഉണ്ടോ അവിടെ ഗൈസ്? അപ്പോൾ എനിക്കിപ്പോൾ വേണമെങ്കിൽ 2 ഓപ്ഷനാണ്. ഒന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. പക്ഷേ 1 കിലോമീറ്ററും കൂടെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവരുടെ തന്നെ വേറെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെ അടച്ചിട്ടേക്കും. അപ്പോൾ എന്തായാലും അവിടം വരെ പോയി നോക്കാം. ഓർഡർ റെഡി കൊടുത്തേക്കുക. കാരണം വേറെ ലൊക്കേഷൻ ആയിട്ട് റെസ്റ്റോറൻറ്റ് പോയി പിക്കപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കസ്റ്റമർ കെയർ സപ്പോർട്ട് കസ്റ്റമർ കെയർ ഇപ്പോൾ തന്നെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഹലോ, റെസ്റ്റോറൻറ്റ് 2 റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. ഇവരെ ഒരു കാലത്ത് കട അടച്ചേക്കും. അപ്പോൾ ഇവിടുന്ന് ഓർഡർ പിക്ക് ചെയ്തു. അപ്പം പിക്കപ്പ് ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതുവരെ കസ്റ്റമർ ഫോൺ എടുത്തില്ല. അപ്പം നമ്മൾ കസ്റ്റമർ കെയർ ഒന്ന് ട്രൈ ചെയ്യുക. Much later. Two hours later. 2-3 വട്ടം ഹോൺ അടിച്ച് നോക്കിയിട്ട് 1/2 മണിക്കൂർ അടുത്ത്. പിന്നെ ഹോൺ അടിക്കാൻ പറ്റത്തില്ല, രാത്രിയാണ്. ഞാൻ ഇപ്പോൾ ഒരു കോളുകൾ തന്നെ കട്ടായിപ്പോൾ തന്നെ കേട്ടോ. ഓർഡർ ഓട്ടോമാറ്റിക് 2 കോളുകൾ കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി ഓർഡർ ക്യാൻസലായി പോകാനാണ്. അപ്പം ഇപ്പോൾ നമുക്ക് ടോട്ടൽ ഏർണിങ്സ് ഞാൻ കാണിച്ചു 29 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ചിനി പോകാം, വീട്ടിലോട്ട് പോകാം. ഞാൻ എന്താ ഫൈനലി നമ്മുടെ അവസാനത്തെ ഓർഡർ പിക്ക് ചെയ്യാൻ വേണ്ടി KFC-ലെത്തേക്കുണ്ട്. അപ്പം റോഡെല്ലാം കാലിയായി. അപ്പോൾ ഒറ്റ മനുഷ്യർ ഇപ്പോൾ റോഡിലില്ല കേട്ടോ. സമയത്ത് ഏകദേശം 11 മണിയായി. ഇപ്പോൾ 2-3 വണ്ടികളൊക്കെ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പം വേറെ ഓർഡറൊന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ഓർഡർ. ഇന്നത്തെ ഫൈനലി നമ്മുടെ ലാസ്റ്റ് ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എപ്പോൾ ഓർഡർ ചെയ്ത ചേട്ടാ? എത്ര 3 മണിക്കൂറോ? എനിക്ക് തോന്നി അവിടെ ആരും ഡെലിവറി ബോയ്സ് ഒന്നും ഇല്ല കേട്ടോ. പെൻഡിങ് ആയിട്ട് വന്നേ 11 മണിയായി. താങ്ക് യു. 40 രൂപയുടെ ഓർഡർ ഡെലിവറി ചെയ്തോളൂ. ഞാൻ കസ്റ്റമർക്ക് പറയുകയും ചെയ്തു. കസ്റ്റമർ ചോദിച്ചു 3/4 മണിക്കൂറായെന്ന്. 13 കിലോമീറ്റർ 80 രൂപയുടെ വേണ്ട വേറൊരു ഓർഡർ വന്നു കേട്ടോ. ഗൈസ് എന്താണ് ഇത്? ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഡെലിവറി ബോയ് ആയിട്ട്. ഇങ്ങനൊരു ഓർഡർ ഉണ്ടോ? പിന്നെ 11:45 നമ്മുടെ ലാസ്റ്റ് ഓർഡർ ഇത് തന്നെ ആണെന്ന് എനിക്ക് പ്രതീക്ഷിക്കും. ഇനിയൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ വാരിന്ന് ചീത്തോടെ നമ്മൾ കേൾക്കേണ്ടി വരും. ലൊക്കേഷനിലെത്തി. അടിപൊളി ചേട്ടാ. ഇന്നും ലേറ്റായോ? ആണോ? എപ്പോഴാ എത്ര മണിക്കാണ് ഓർഡർ ചെയ്തേ? ഒരു ഐഡിയ ഇല്ല എനിക്ക്. അത് ചേട്ടനെ കാണാൻ പറ്റത്തില്ല എനിക്ക് എപ്പോഴാണ് കിട്ടിയെന്ന്.
എന്തുവാണെന്നോ അറിയാൻ വയ്യ. എനിക്ക് സോണി ആരും ഇല്ലാത്തതുകൊണ്ടാണോ ഇനി ഞാൻ എന്തായാലും ഓഫാക്കാൻ പോകാം. അല്ല ഇനിയും കിട്ടും ചിലപ്പോൾ കസ്റ്റമറിൻ്റെ കിട്ടും. ഇട്ടിരുന്നു പോലെ. താങ്ക് യു ചേട്ടാ. ഡെലിവറി ബോയ്സ് ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. അതെ 12 മണിയാവാറായിട്ടോ. അപ്പോൾ 11:50. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ചേട്ടന് കുറച്ച് 2-3 ദിവസത്തിനകത്ത് ഞാൻ തോന്നുന്നു 4-5 ദിവസമായി കാണും ഇതുപോലെ ലൊക്കേഷൻ തന്നെ. അന്നും ഇതുപോലെ ഭയങ്കര ഡിലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡെലിവറി ബോയ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് ഞാനാണ് ഈ ചേട്ടന് ഫുഡ് കൊടുക്കാൻ വന്നത്. അപ്പോൾ അന്നും കുറേ ഡിലേ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ആൾക്കാർക്ക് എന്തെങ്കിലും ഓർഡർ നന്മയാൻ നിന്ന് നമുക്ക് പണി കിട്ടും കേട്ടോ. അപ്പം കാരണം അവസാനം അവർ കസ്റ്റമറായിട്ട് നമ്മൾ മനഃപൂർവ്വം ലേറ്റാക്കിയാണ്. അപ്പോൾ ഇനിയും വല്ല പെൻഡിങ് ഓർഡറിൻ്റെ ഉടനെ തന്നെ എനിക്ക് കിട്ടും. അപ്പോൾ 527 പെട്ടെന്ന് നമുക്ക് ജീവനം കൊണ്ട് ഓഫ്ലൈൻ ചെയ്യാം. അയ്യോ ഇപ്പം അങ്ങനെ കറക്റ്റ് 12 മണിയായി കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് അമ്പലത്തേങ്കാലയാണ്, എഴുകോണം അമ്പലത്തേങ്കാല റൂട്ടാണ്. അപ്പോൾ നമ്മുടെ വീട് ഇവിടെ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഏണിങ്സ് ഞാൻ കാണിച്ചിരുന്നു. നമ്മളിന്ന് ഒരു 250 കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാരണം ഉണ്ടല്ലോ എന്തുകൊണ്ടാണെന്ന്. ഇപ്പം ദാണ്ട് നമ്മുടെ ഏണിങ്സ് ഉണ്ടോ 600 കാണാൻ പറ്റുമെന്ന് അറിയില്ല, 607 കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ ഏണിങ്സ്. അത് കൂടാതെ 18 രൂപ കൊണ്ടെങ്കിൽ ഒരു 200 രൂപ കൂടെ കിട്ടിയാനെ. ഈ 607 കൂടെ 150 മുതൽ. നേരത്തെ ഞാൻ രാവിലെ തുടങ്ങിയപ്പോൾ പറഞ്ഞ നമ്മുടെ ആദ്യത്തെ ഓർഡർ ജ്യൂസിൻ്റെ ഓർഡർ കളക്ട് ചെയ്യുന്ന ഞാൻ പറഞ്ഞ 750 മിനിമം. സത്യം പറഞ്ഞാൽ ഇന്ന് 1000 രൂപ കൂടുതൽ കിട്ടണ്ടേ തിങ്കളാഴ്ച ആയതുകൊണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാരണമുണ്ട്. എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി ബോയ്സ് എല്ലാം എനിക്കൊരു 8 ഓർഡർ വരെ കിട്ടിയപ്പോൾ വേറെ 160 രൂപയായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ എല്ലാവരും മടുത്തിട്ട്, അതായത് നെഗറ്റീവ് തോട്ട്സ് വന്നിട്ടായാലും മനസ്സ് മടുത്തിട്ടായാലും ഓരോ കുറ്റം വന്നിട്ടായാലും എല്ലാവരും ഇട്ടേച്ച് പോയി. അതുകൊണ്ടാണ് കുറെ പെൻഡിങ് ഓർഡർ വന്നത്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ 750 രൂപ ആയതും. ബാക്കിയുള്ളവർക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ, രാവിലെ നമ്മൾ എപ്പോഴും 2 രീതിയിൽ കാണുന്ന ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു പ്രശ്നത്തെ നമ്മൾ കുറച്ചും കൂടെ, അതായത് നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാകും ജീവിതത്തിൽ. അപ്പം നമ്മൾ ഈ പ്രശ്നങ്ങളെ വേറൊരു രീതിയിൽ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയല്ല മറ്റൊരു രീതിയിലും കൂടെ മാറി ചിന്തിക്കണം. അപ്പോൾ ഈ പ്രശ്നമൊക്കെ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ എനിക്ക് 250 രൂപ മാത്രമേ കിട്ടുള്ളൂ എന്ന് വെച്ചാൽ പോലും നമ്മൾ ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല. നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കമൻറ്റിലൊക്കെ വന്ന പോലെ ചേട്ടാ 200 രൂപ 500 രൂപ കണ്ട് ഓടി അതിൽ 250 രൂപ അതല്ലേ നമ്മളെ ജോയിൻ ബോണസായിട്ട് പിടിച്ചു, അതുകൊണ്ട് നാളെ പെട്രോൾ അടിക്കാൻ പൈസ ഞാൻ പറഞ്ഞ് നിർത്തി പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഒരിക്കലും നമ്മുടെ ഈ യങ്ങർ ജനറേഷനിൽ ഇത്തരം നമ്മളെ ഒരിക്കലും മനസ്സൊന്നും തളരാൻ പാടില്ല. ഇത്രയും ചെറുപ്പത്തിൽ ഒരിക്കലും അങ്ങനത്തെ രീതിയിലൊന്നും നമ്മുടെ മനസ്സിലെ അങ്ങനത്തെ ഒരു തോട്ടേ വരാൻ പാടില്ല. നമ്മൾ എന്തായാലും പ്രശ്നത്തെ ഈസി ആയിട്ട് ഫേസ് ചെയ്യണം കേട്ടോ. അതാണ്ടേ ഇപ്പം എനിക്ക് 250 രൂപ ഇന്നത്തെ സേവിങ്സ് കിട്ടിയെന്ന് വെച്ചോ, അത്ര ഉള്ളെങ്കിൽ പോലും ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും. കാരണം ഞാൻ പ്രശ്നങ്ങളെ കാണുന്ന വേറൊരു രീതിയിലാണ് കേട്ടോ. അപ്പം പക്ഷേ എന്താ കാര്യം, ഒരു വഴി അടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ 2 വാതിൽ തുറക്കും. അതിനൊരു കാരണം എനിക്ക് ഇന്ന് 250 രൂപ മാത്രമേ കിട്ടിയോളൂ എന്ന് വെച്ചോ. 750 അല്ലെങ്കിൽ 250 കിട്ടിയെങ്കിൽ പോലും ഓർഡർ ഏണിങ്സ് അതുകൊണ്ട് എനിക്ക് ഇന്ന് ഫ്ലോട്ടിംഗ് ക്യാഷ് എത്ര രൂപ കിട്ടിയേക്കുന്നത് 1670. എനിക്ക് നാളെ വേണമെങ്കിൽ വർക്ക് ചെയ്താൽ മതി. നാളെ വർക്ക് ചെയ്തില്ലേലും ഒന്നുമില്ല, ഈ പൈസ എൻ്റെ ആയിരിക്കും. എനിക്ക് നാളെ എന്തെങ്കിലും ഒരു കല്യാണം അല്ലെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ എനിക്കിത് എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ രാവിലെ പറഞ്ഞ മറ്റേ എൻ്റെ പോസിറ്റീവ് സൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഇതൊക്കെ ഒരു പോസിറ്റീവ് സൈഡ് മാത്രമായിട്ട് ഒരുപാടധികം കാര്യങ്ങളുണ്ട് നമുക്ക് ഇനിയും പറയാനും, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം എന്നുണ്ട്. അപ്പം സമയം ഇപ്പം എന്തായാലും അപ്പം ബാക്കി വിഷയങ്ങൾ അടുത്ത വീഡിയോ കാണാം. ഗുഡ് നൈറ്റ്.